ഹായ്, ഒരു ചെറിയ ട്രിപ്പ് പോയതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണിത്. ഒരു 1 ഡേ ട്രിപ്പാണ്. ഞങ്ങൾ വയനാട്ടിലേക്കാണ് പോയത്. അപ്പം ഫസ്റ്റ് തന്നെ കവർ ചെയ്തത് വൈത്തിരി ഫാമാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് പോകാൻ പറ്റിയൊരു നല്ല പ്ലേസാണ് ഈ വൈത്തിരി ഫാം. അവിടെ ഒരുപാട് ആനിമൽസും ബേർഡ്സും അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ എൻട്രി ഫീ ഒരാൾക്ക് അഡൾട്ട്സിന് 200 പെർ ഹെഡാണ്, കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പം 2 മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങളങ്ങനെ പോയതാണ്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അവിടെ പ്ലേ ഗ്രൗണ്ടാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട്. സ്വിങ് ഉണ്ട്, പിന്നെ സ്ലൈഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരുപാട് ആനിമൽസിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ മിനിയേച്ചർ ആനിമൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഗ്ലാസിൻ്റെ അതിൽ കൂടെ വീഡിയോ എടുത്തതുകൊണ്ട് അത്ര ക്ലിയർ ആവില്ല, എന്നാലും അത്യാവശ്യം കാണാൻ പറ്റിയ ഒരുപാട് ആനിമൽസ് ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ സ്നേക്ക്, പിന്നെ ഒരു പ്രത്യേക സ്പൈഡർ ഉണ്ടായിരുന്നു, ഒരു വലിയ സ്പൈഡർ. എനിക്കത് കവർ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. വീഡിയോയിൽ ആ ഒരു കോർണറിൽ ഒരു സ്പൈഡർ ഉണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഇഗ്വാനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെറിയ ആൾ അതിനകത്ത് തൊട്ട് നോക്കി. പിന്നെ ഒരുപാട് ഇതൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ആനിമൽസാണ്, ഒന്നും ഇവിടുത്തെ അല്ല. അപ്പം കാണാനും നല്ല ക്യൂട്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഒരുപാട് ബേർഡ്സ്, പാരറ്റ്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ബ്രീഡ്സ് ഉണ്ടായിരുന്നു. അതുപോലെ പൂച്ചകൾ തന്നെ ഡിഫറെൻറ്റ് ബ്രീഡ്സ് കാണാൻ അത്യാവശ്യം ഉണ്ട്. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് കേജിലായിട്ട് ഡിഫറെൻറ്റ് ബ്രീഡുള്ള കാറ്റ്സ് ഉണ്ട്. ഇതൊരു നാടൻ പൂച്ചനെ പോലെ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല ബ്രീഡുകളാണ്. ഇത് പേർഷ്യൻ ക്യാറ്റാണ്. പിന്നെ ഇതന്നെ ഡിഫറെൻറ്റ് ബ്രീഡ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്. പിന്നെ ഈ കോഴീനെയൊക്കെ കണ്ടില്ലേ, ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുണ്ട് ഓരോ കൂട്ടിലും. അതൊരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ആനിമൽസും ബേർഡ്സും ഉണ്ടായിരുന്നു. അപ്പം ഒരു സൂവിലിപ്പോൾ എക്സ്പീരിയൻസ് അല്ല, ഇത് അത്യാവശ്യം ഒരു വേറെ പോലെ നന്നായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ കുട്ടികൾ പഠിച്ചിട്ടുള്ള ഫാം ആനിമൽസൊക്കെ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി. പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു അവിടെ, നമുക്ക് അവരെ ഫീഡ് ചെയ്യാം കേട്ടോ. ഈ ഫിഷിനെയും അതുപോലെ ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ നമ്മൾ ഫീഡിങ് അലൗഡാണ്. അപ്പം ഈ പാരറ്റിൻ്റെ അടുത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കുക. അതുപോലെ ക്യാമൽ, ഹോസസ്, അവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തായിരുന്നു കേട്ടോ. അത് കണ്ടില്ലേ പുല്ല് കൊടുക്കുന്നത്. ആദ്യം അത്യാവശ്യം പേടിച്ചിരുന്നു. പിന്നെ അവിടുത്തെ ചേച്ചി വന്നിട്ട് പുള്ളിക്കാരിനെ എടുത്തപ്പം അവൾ കൊടുത്തു. അതുപോലെ ഗോട്ട്, അവർക്കൊക്കെ ഇങ്ങനെ പുല്ല് കൊടുക്കുക. നമുക്ക് അവരെ ഫീഡ് ചെയ്യുമ്പം നമുക്ക് സൂവിൽ അതൊന്നും പറ്റില്ലല്ലോ. ഇത് അത്യാവശ്യം കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. കുട്ടികൾ എന്തായാലും എൻജോയ് ചെയ്യും. അപ്പം അത്യാവശ്യം 200 റുപ്പീസിന് അഡൽട്ട്സിന് കാണാൻ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്, ആനിമൽസ് ഉണ്ട് അതിൽ. അപ്പം ഇതുപോലെ എമു, ഓസ്ട്രിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്ത് ഡക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഐസ്ക്രീം പാർലറും നമുക്ക് റിഫ്രഷ്മെൻറ്റ്സിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊജിറ്റോസൊക്കെ അവൈലബിൾ ആണ്. അപ്പം കുട്ടികൾ അതുകൊണ്ട് തന്നെ വിശന്നിരിക്കേണ്ടി വരില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹണി മ്യൂസിയത്തിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പം അത്യാവശ്യം ഉച്ചയായിരുന്നു. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഒത്തിരി ആളുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെ എൻട്രി ഫീ കുറവാണ്. കുട്ടികൾക്ക് 20 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ, അഡൾട്ടിന് 80 റുപ്പീസ് അങ്ങനെ. ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് സ്പേസും ഉണ്ട്. എന്തായാലും കുട്ടികൾക്ക് പഠിക്കുന്ന ഒരു പ്രായത്തിലൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു ഈ ഹണി മ്യൂസിയം. ഇവിടെ കുറച്ച് നടക്കാനും ഇതേപോലെ തന്നെ നേരത്തെ ഉള്ള പോലെ തന്നെ കുറച്ച് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അതുപോലെ നഴ്സറി, പിന്നെ ഈ ബീൻ്റെ അവർ വളർത്തുന്ന ഹൈവൊക്കെ അവിടെ തന്നെയായിരുന്നു ഉള്ളത്. നിങ്ങൾക്ക് കാണാം അവിടെ ഹണി മ്യൂസിയത്തിൻ്റെ അടുത്തോട് ചേർന്നിട്ട് തന്നെ നഴ്സറിയൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും വാങ്ങാനോ ചെടികളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ അവൈലബിൾ ആണ്. ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങിയില്ല, ഞങ്ങൾ ജസ്റ്റ് അവിടേക്കൊന്ന് വിസിറ്റ് ചെയ്തു. പിന്നെ ഫിഷ് സ്പാ ഉണ്ട്. അങ്ങനെ നേരെ നമ്മൾ പോയപ്പം അവിടെ ഹണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാനൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അവിടെ എങ്ങനെയാണ് അത് ഹണി മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉള്ളോട്ട് പോയപ്പം ഒരുപാട് അങ്ങനെ കാണാനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഉള്ളിൽ
ഒരുപാട് ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടില്ലേ, ബീൻ്റെ ഷേപ്പിലൊക്കെ ആക്കി. പിന്നെ ഒരുപാട് നോളേജ് ഷെയറിങ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഞങ്ങൾ കൂടെ തന്നെ ഗൈഡ് വന്നിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ബോറടിക്കില്ല, നമുക്ക് നല്ലോണം മനസ്സിലാവും. അവിടെ ചെന്നിട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. കൂടെ തന്നെ അതിൻ്റെ സൈഡിൽ ഇത് കഴിഞ്ഞ പാടിന് അവർ ഹണി അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 1-2 വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്തു, പിന്നെ വാങ്ങുകയും ചെയ്തു. അത്യാവശ്യം അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ടിൻസാനിയ പാർക്കിലാണ്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, അവിടെ ലക്കി ഡീലുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ പാക്കേജ് ഉണ്ട്. കുട്ടികൾക്ക് 499 ആണ് കിഡ്സി പാക്കേജ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വലിയ ആൾക്കാർക്ക് 699 ആണ് പാക്കേജ്. അത്യാവശ്യം വേർത്താന്ന് തോന്നി, ഞങ്ങൾ പാക്കേജ് എടുത്തു. അങ്ങനെ ഉള്ളിൽ പോയി. അവിടെ ഉള്ളത് അത്യാവശ്യം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നായിരുന്നു അപ്പോഴത്തേക്കും. അപ്പം ഇങ്ങനെയാണ് എൻട്രൻസ്. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു.